അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്ന് വന്നിട്ടുള്ളത് മസലകൾ പറയാനോ നിയമങ്ങൾ പറയാനോ ഒന്നുമല്ല. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം, ആ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, അതായത് ഒരു 10 തരം ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല. അത് ഞാനിവിടെ നോട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നതും ഞാൻ പറയുന്നുണ്ട്. കൊടുക്കാൻ പാടില്ല എന്ന് വെച്ചാൽ ജീവിതത്തിൽ കൊടുക്കാൻ പാടില്ല എന്നുള്ളതല്ല, അവരുടെ ആഗ്രഹങ്ങൾക്ക് എപ്പോഴെങ്കിലും ഓരോരോ സമയത്ത് കൊടുക്കാം, അല്ലാതെ സ്ഥിരമായി കൊടുക്കരുത്. അതിൽ ചിലത് നമുക്ക് ഉണ്ടാക്കാനുള്ള എളുപ്പം കൊണ്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും, എന്നാലും സ്ഥിരമായി ഒരിക്കലും കൊടുക്കരുത്. ഈ 10 തരം ഭക്ഷണങ്ങളുടെ പേര് പറയുമ്പോൾ ചില കമ്പനികളുടെ പേര് ഞാനിവിടെ പറയും. എന്നാൽ ആ കമ്പനിയുടെ ഭക്ഷണം കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ആ രൂപത്തിൽ വരുന്ന ഏത് കമ്പനിയുടേതായാലും അതുപോലെയുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാൻ പാടില്ല എന്നാണ്. ഉദാഹരണത്തിന് നമുക്കൊരു പല്ല് തുടക്കുന്ന പേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോപ്പിൽ പോയിട്ട് പറയലെന്താ, ഒരു കോൾഗറ്റ് വേണമെന്നാ. കോൾഗറ്റ് എന്നുള്ളത് ഒരു കമ്പനിന്റെ പേരാണ്. ആ രൂപത്തിലുള്ള ക്ലോസപ്പ് വരുന്നുണ്ട്, സൺസ്ക്രീൻ വരുന്നുണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പേസ്റ്റുകൾ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ പോയിട്ട് പറയുന്നത് എന്താ, ഒരു കോൾഗറ്റ് വേണമെന്നാ. അതുപോലെ ഇവിടെ ഒരു കമ്പനിയുടെ പേര് പറഞ്ഞാൽ ആ രൂപത്തിൽ വരുന്ന ഒരു ഭക്ഷണവും കൊടുക്കാൻ പാടില്ല. അപ്പൊ ഏതായാലും നമുക്ക് ആ 10 ഭക്ഷണങ്ങൾ ഏതാന്ന് നോക്കിയാലോ. ഒന്നാമതായി പറഞ്ഞിട്ടുള്ളത് പാക്കറ്റ് ചിപ്സുകളാണ്. പാക്കറ്റ് ചിപ്സ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ലെയ്സ് ആയിരിക്കും, അല്ലെ? ലെയ്സ്, കുർക്കുറെ, ബിങ്കോ, ഇങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. അത് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളോട് ചോദിച്ചാൽ മതി, അവരായിരിക്കും അതിന്റെ പേരുകൾ പറയുന്നുണ്ടാവുക. അവർക്ക് അറിയുന്നത്രയൊന്നും പേര് നമ്മൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. അതുപോലെയുള്ള പേരുകളൊക്കെ ആയിരിക്കും അവർ പറയുന്നുണ്ടാവുക. അതിൽ കൂടുതലും അടങ്ങിയിട്ടുള്ളത് എന്താ, ഉപ്പാണ്, അല്ലെ? ഉപ്പ് കൂടുതൽ ഭക്ഷിച്ചാൽ എന്താകും, നമുക്കൊക്കെ അറിയാം, പ്രഷർ കൂടും, അല്ലെ? കിഡ്നിക്ക് പ്രോബ്ലം വരും. അതിൽ കൂടുതൽ ചിപ്സുകളും ഡീപ്പ് ഫ്രൈ ആയിരിക്കും, ട്രാൻസ്ഫാറ്റ് കൂടുതലായിരിക്കും, അമിത വണ്ണം ഉണ്ടാകാൻ കാരണം വരും. അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് വരെ വരാൻ സാധ്യതകളുള്ള പല കാര്യങ്ങളും അതിൽ ചേർക്കുന്നുണ്ട്. അതായത് കെമിക്കൽ ഒരുപാട് അതിൽ ചേർക്കുന്നുണ്ടാകും. അതുപോലെ തന്നെ ഫൈബറിന്റെ കണ്ടന്റ് തീരെ ഉണ്ടാകൂല. നമ്മുടെ ശരീരത്തിന് വേണ്ടതാണ് ഫൈബർ, അത് തീരെ ഉണ്ടാകൂല. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഈ ചിപ്സിൽ വരുന്നുണ്ട്. അത് ഏത് കമ്പനിയുടേതായാലും ശരി, അത് കുട്ടികൾക്ക് എപ്പോഴെങ്കിലും അവരുടെ ആഗ്രഹങ്ങൾക്ക് കൊടുക്കാമെന്നല്ലാതെ സ്ഥിരമായി നമ്മൾ ഷോപ്പിൽ പോയി വരുമ്പോഴൊന്നും അവർക്ക് വാങ്ങിക്കൊടുക്കരുത്. രണ്ടാമത്തത് സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ്. സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് പറയുമ്പോൾ പെപ്സി, കൊക്കക്കോള, 7up, ഇങ്ങനെ ഏത് പേരിട്ട് വിളിച്ചാലും അത് സ്ഥിരമായി കൊടുക്കരുത്. കാരണം എന്താ, അതിൽ കൂടുതലും അടങ്ങിയിട്ടുള്ളത് ഷുഗറാണ്. ഷുഗർ കൂടുമ്പോൾ എന്താണ് പ്രശ്നങ്ങളുള്ളതെന്ന് നമുക്ക് ഏകദേശം അറിയാലോ. കിഡ്നിക്ക് പ്രോബ്ലം വരും, അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഉണ്ടാകും, കരളിന് പ്രശ്നങ്ങൾ വരും, അതുപോലെ തന്നെ പല്ല്, എല്ല്, ഇതൊക്കെ ദ്രവിച്ചു പോകും. അത്രത്തോളം വലിയ കെമിക്കലാണ് അതിലൊക്കെ ഉപയോഗിക്കുന്നുള്ളത്. അതുപോലെ തന്നെ ബുദ്ധി കുറയാനുള്ള സാധ്യതകളും അതിലുണ്ട്. അപ്പൊ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് കളർ ക്യാൻഡീസ് ആണ്. കളർ ക്യാൻഡീസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ജംസ്, അതുപോലെ തന്നെ ലോലിപോപ്പ്, ഇങ്ങനെയുള്ള ഒരുപാട് മിഠായികൾ. അതെന്തുകൊണ്ടാണ് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്, അതിലൊക്കെ ആർട്ടിഫിഷ്യൽ കളറാണ് ഉപയോഗിച്ചിട്ടുണ്ടാകുന്നത്. അതിൽ ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, അതായത് ചില കുട്ടികൾ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുക, അതുപോലെ തന്നെ ഒരു നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നെങ്കിൽ പൊരിയിരിപ്പ് കളിക്കുക എന്ന് പറയും. അതായത് ഒരു അടങ്ങിയിരിക്കാതെ എവിടെയെങ്കിലും ഒരിത്തിരി ഇരുന്നാൽ തന്നെ ഇങ്ങനെ കാലുകളൊക്കെ ആട്ടിക്കൊണ്ടിരിക്കുന്ന, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വരും. ശ്രദ്ധക്കുറവ്, മദ്രസയിലൊക്കെ പഠിക്കുന്ന ചെറിയ കുട്ടികളായിരിക്കും, അവർക്കൊക്കെ ശ്രദ്ധക്കുറവ് വന്നാൽ എങ്ങനെയായിരിക്കും അതിന്റെ പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ ഈ ആർട്ടിഫിഷ്യൽ കളറുകൾ കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ട് കിഡ്നിക്ക് പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അടുത്തത് ബേക്കറി ഐറ്റംസ് ആണ്. ബേക്കറി ഐറ്റംസ് എന്ന് പറയുമ്പോൾ അതിൽ കേക്കുകൾ, പേസ്ട്രി, ഇങ്ങനത്തെ ബേക്കറി ഐറ്റംസുകൾ നമുക്കറിയാലോ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അതൊന്നും കൊടുക്കാൻ പാടില്ല. എപ്പോഴെങ്കിലും അവരുടെ ആഗ്രഹങ്ങൾക്ക് കൊടുക്കാമെന്നല്ലാതെ അതിൽ ഇപ്പോൾ എടുത്തേനും തൊട്ടേനും കേക്കുകളാണ്. കേക്കില്ലാത്ത ഒരു പരിപാടിയില്ല, അല്ലേ? ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. അപ്പൊ അതിൽ കൂടുതലും എന്താണ്, ഷുഗർ. ആ ഷുഗർ കഴിക്കുമ്പോൾ എന്താവും, പൊണ്ണത്തടി ഉണ്ടാകും.
ആരോഗ്യം ക്ഷയിക്കും, മെമ്മറി പവർ കുറയും, അതുപോലെ തന്നെ സ്വഭാവം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. മൂഡ് സ്വിങ്സ് എന്ന് അറിയില്ലേ? ഈ മൂഡ് സ്വിങ്സ് എന്ന് പറയുമ്പോൾ സാധാരണ പറയാറുണ്ടാവുന്നത് സ്ത്രീകളുടെ പീരിയഡ്സ് സമയത്താണ്. എന്നാൽ ഈ കുട്ടികളിൽ പോലും ഈ ബേക്കറി ഐറ്റംസ് കൂടുതൽ കഴിക്കുന്ന സമയത്ത് മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നതാണ്. സ്വഭാവം പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് ചിരിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് ചൂടാവും, അതുപോലെ തന്നെ പെട്ടെന്ന് ചിലപ്പോൾ കരയും. ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. ഇനി ഇൻസ്റ്റന്റ് നൂഡിൽസിന്റെ പാക്കറ്റുകൾ വരുമല്ലോ, അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചാൽ മാത്രം മതി, ഉടൻ തന്നെ നൂഡിൽസ് റെഡി ആയിട്ട് വരും. അതൊന്നും തീരെ കൊടുക്കാൻ പാടില്ല. അത് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്താ? അത് റിഫൈൻഡ് മൈദയാണ്. അത് ഉണ്ടല്ലോ കുറെ മാഗി, ഇപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്. എന്താവട്ടെ, പിന്നെ ഷുഗറാണ് അതിൽ. അപ്പൊ അതിലെന്താ, മടി പിടിക്കാൻ കാരണം ഉണ്ടാവും, നല്ലോണം മടി ഉണ്ടാകും, തലവേദന ഉണ്ടാകും. അതുപോലെ തന്നെ അതിൽ ഷുഗറും കൂടെ ഉണ്ട്. ഇങ്ങനെ പലതരം ബുദ്ധിമുട്ടുകൾ. ഈ മൈദ റിഫൈൻഡ് മൈദയാണ്, അത് ഒറിജിനൽ മൈദ ഒന്നും ആയിരിക്കില്ല. മൈദയുടെ ഏറ്റവും ലാസ്റ്റ് കിട്ടുന്ന ആ സാധനങ്ങളൊക്കെ ആയിരിക്കും അതിൽ ഇട്ടിട്ട് ഉപയോഗിക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ അത് ഏത് കോലത്തിലാണ് ഉണ്ടാക്കുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. ഇതൊക്കെ ഒരുതരം അഡിക്റ്റാണ്. കുട്ടികളെ അതിലേക്ക് അഡിക്റ്റ് ആക്കാനുള്ള ഒരുപാട് കെമിക്കൽസ് അതിൽ ആഡ് ചെയ്യുന്നുണ്ടാവും, അത് ഉറപ്പാണ്. പിന്നെ പാക്കറ്റ് ജ്യൂസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരൽ എന്താ? ഫ്രൂട്ടി അല്ലേ? അതായത് ഫ്രൂട്ടി ആയാലും ഏതായാലും ആ പാക്കറ്റ് ജ്യൂസുകൾ ഒരിക്കലും കുട്ടികൾക്ക് കൊടുക്കരുത്. അതിൽ ചിലപ്പോൾ മാംഗോ, അതുപോലെ തന്നെ ഓറഞ്ച്, ഇങ്ങനെ പലതും അതിൽ ഫോട്ടോ വെച്ചിട്ട് അതിൽ എഴുതിയിട്ടൊക്കെ ഉണ്ടാകും. എന്നാൽ അതിൽ മാംഗോ, അതിൻ്റെ ഈ ഓറഞ്ചൊന്നും അതിൻ്റെ അടുത്തൂടെ പോലും പോയിട്ടുണ്ടാവില്ല. അതിലെന്താ പിന്നെ ഉണ്ടാവുക? ഇതന്നെയാണ് കെമിക്കല്. ചിലതിൽ ഷുഗർ ഫ്രീ എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും, എന്നാലും അതിൽ ഹിഡൻ ഷുഗർ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതിന് സ്മെല്ല് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ടേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പലതരം കെമിക്കൽ അതിൽ ഉപയോഗിക്കുന്നുണ്ടാവും. അതൊന്നും ഒരിക്കലും വാങ്ങിക്കൊടുക്കരുത് കുട്ടികൾക്ക്. അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ്, ഇത് നമുക്ക് തീരെ ഒഴിവാക്കാൻ പറ്റാത്തതാണല്ലോ അല്ലേ? ഈ കാലം എന്ന് പറയുന്നത് അതുപോലെയാണ്. ഹോസ്പിറ്റലുകൾ പെരുകി വരുന്നുണ്ട്, അതുപോലെ തന്നെ രോഗികളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. രോഗികളുടെ എണ്ണം കൂടുമ്പോഴാണല്ലോ ഹോസ്പിറ്റല് ഇവിടെ ഊണുപോലെ പൊന്തി വരുന്നത്. അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആളുകൾ കൂടി വരുന്നുണ്ട്. കാരണം എന്താ? നല്ല കാശുണ്ടാക്കാൻ പറ്റും. ഇപ്പോ ഒരു ട്രെൻഡ് ഇറങ്ങിയിട്ടുണ്ട്. എന്താ? ഫ്രൂട്ട്സുകളൊക്കെ മുറിച്ചിട്ടിട്ട് അതിൽ ഒരുപാട് മുളകും ഉപ്പൊക്കെ വിതറിയിട്ട് പാട്ടും പാടി കഴിക്കുക അല്ലേ? അതൊക്കെ ശരീരത്തിനുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. ചില ഭക്ഷണങ്ങൾ രണ്ടും ഒന്നിച്ചു കൂടെ കഴിക്കാൻ പാടില്ലാത്തതൊക്കെ ഉണ്ടാകും. അതൊന്നും നമ്മൾ നോക്കണ്ട. ഇന്ന് ട്രെൻഡ് എന്താണോ അതങ്ങോട്ട് ഉണ്ടാക്കന്നെ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പൊ ഈ ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയാ വരുന്നുള്ളത്? പലതരം ഫ്രൈ ഐറ്റംസ്, അതുപോലെ തന്നെ പിസ്സ, ബർഗർ, സാൻഡ്വിച്ച്, ഇങ്ങനെ ഒന്നും പറയണ്ട, അതിന്റെ വലിയൊരു ലോകം തന്നെ ഉണ്ട് അല്ലേ? അപ്പൊ അതില് കൂടുതലൊന്നും പറയണ്ട, പെട്ടെന്ന് രോഗികളാവും. അതന്നെയാണ്. അതിൽ എന്തൊക്കെ ഓയിലുകളാണോ ഉപയോഗിക്കുന്നുള്ളത്, എന്തൊക്കെ ക്രീമുകളാണോ അതിൽ ഉപയോഗിക്കുന്നുള്ളത്, എന്തൊക്കെയോ നമുക്ക് പേര് പറയാൻ പോലും അറിയാത്ത ഒരുപാട് ഐറ്റംസുകൾ അതിൽ കൂട്ടുന്നുണ്ടാവും, അതിൽ ചേർക്കുന്നുണ്ടാവും. കളറുകൾ, ടേസ്റ്റിന് വേണ്ടിയുള്ള കെമിക്കൽസുകൾ, ഇങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ പേരിട്ടിട്ട് ഓരോ കടകൾ തുടങ്ങിയിട്ട് അവിടുത്തെ ടേസ്റ്റ് ഇവിടെയാണ്. കാരണം എന്താ? അവിടത്തേനേക്കാളും മാരകമായിട്ടുള്ള കെമിക്കൽ ഇവിടെ ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുക. ഇനി അടുത്തത് ഐസ്ക്രീമാണ്. ഐസ്ക്രീം എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, പഞ്ചസാര, ഷുഗർ, അത് എത്രയാ അമിതമായ പഞ്ചസാര ആയിരിക്കും ഇതിലുണ്ടാവുക. അതുപോലെ തന്നെ കൃത്രിമമായിട്ടുള്ള കളറുകൾ. ഇത് ചിന്ത കുറയാൻ കാരണമാകും, ഉറക്കം കുറയാൻ കാരണമാകും, അതുപോലെ തന്നെ അലർജി ഉണ്ടാക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഐസ്ക്രീം കൊണ്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഈ ഐസ്ക്രീം തീരെ കൊടുക്കാൻ പാടില്ല എന്നല്ല, എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് എപ്പോഴെങ്കിലും കൊടുക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ല. ഇനി അടുത്തത് ബിസ്ക്കറ്റ്. ബിസ്ക്കറ്റിൽ തന്നെ ക്രീം ബിസ്ക്കറ്റ്. ക്രീം എന്നൊക്കെ അതിൽ എഴുത്ത് മാത്രമാണ്. ക്രീം എന്ന് പറയുമ്പോൾ അതിൽ പാലൊക്കെ ചേർക്കേണ്ടി വരും. അതൊന്നും ഉണ്ടാവില്ല ഒരിക്കലും.
അത് കഴിക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താ? ഹാർട്ട് ബ്ലോക്ക് വരാൻ സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക്, പ്രതിരോധ ശേഷി കുറയും, അതുപോലെ തന്നെ അലർജി ഉണ്ടാവും. അലർജി ഉള്ള കുട്ടികളോട് ഡോക്ടർമാർ ബിസ്ക്കറ്റ് കഴിക്കരുത് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കാരണം എന്താ? ബിസ്ക്കറ്റ് കഴിക്കുന്നത് കൊണ്ട് അലർജി കൂടും. അപ്പൊ ഏത് കാര്യങ്ങൾ എടുത്തു നോക്കിയാലും അതിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നർത്ഥം. ഇനി അവസാനമായിട്ട് പറയാനുള്ളത് ബൂസ്റ്റ്, ഹോർലിക്സ് ഇതുപോലെയുള്ള ആ ഒരു ലൈനപ്പ് അതും കൊടുക്കാൻ പാടില്ല. കാരണം എന്താ? അതിലൊക്കെ അമിതമായി ചേർക്കുന്ന ഷുഗറുകൾ, അതുപോലെ തന്നെ കെമിക്കൽസുകൾ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും അവരുടെ ആഗ്രഹങ്ങൾക്ക് കൊടുക്കാം എന്നല്ലാതെ സ്ഥിരമായി നമ്മൾ കൊടുക്കരുത്. ഇതിൽ നമ്മൾ കൂടുതലും കൊടുക്കുന്നത് ഒന്ന് നൂഡിൽസ്, അതുപോലെ കേക്ക്, ബേക്കറി ഐറ്റംസുകൾ, പിന്നെ ഡ്രിങ്ക്സുകൾ. ഇങ്ങനെ നോക്കിയാൽ ഏകദേശം എല്ലാം നമ്മൾ സാധാരണ കൊടുക്കുന്നതായിരിക്കും. നമ്മൾ എപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നോ അന്ന് കൊണ്ടുവരും പാക്കറ്റ് ചിപ്സുകൾ, അല്ലേ? പണ്ടൊക്കെ മിഠായി വേണം എന്ന് പറഞ്ഞു കൊണ്ടുണ്ടായിരുന്നത് ഇപ്പോൾ ലേസ് വേണം എന്നായിരിക്കും കുട്ടികൾ പറയുക. അപ്പം അങ്ങനെ കുട്ടികളെ അഡിക്റ്റ് ആക്കുന്ന, കാരണം കമ്പനിക്ക് നിലനിൽക്കണമെങ്കിൽ കുട്ടികൾ ഇത് ചോദിച്ച് വാങ്ങണം, എന്നാലേ കമ്പനികൾക്ക് നിലനിൽപ്പുള്ളൂ. കാരണം ചെലവാവണ്ടേ. അപ്പം അതിന് എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ അതൊക്കെ അവരതിൽ ചേർക്കും. പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിൽ നമ്മുടെ ഉദ്യോഗസ്ഥർ എത്ര അതിന് ശ്രമിച്ചാലും, നമ്മുടെ ഉദ്യോഗസ്ഥരൊന്നും ഞാൻ കുറ്റം പറയില്ല, എത്ര ശ്രമിച്ചാലും അതിൽ പലതും ഉൾക്കൊണ്ടിട്ട് വരും. അത് കണ്ടുപിടിക്കാൻ പറ്റാത്ത രൂപത്തിൽ പലതും വരും. ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കടക്കുകയല്ല. നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന നമ്മൾ അത് ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കണം. ചെറിയ കുട്ടികളാകുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതവർക്ക് മനസ്സിലാകും. അല്ലാതെ നമ്മൾ കുറച്ച് വാങ്ങിക്കൊടുത്ത് പിന്നെ പെട്ടെന്ന് ഒറ്റയടിക്ക് നിർത്തി, അങ്ങനെയാണെങ്കിൽ കുട്ടികൾ പറഞ്ഞാൽ അനുസരിക്കുന്നതിനേക്കാളും കൂടുതൽ അനുസരണക്കേടായിരിക്കും കാണിക്കുക. അപ്പോൾ കൂടുതൽ കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് മെല്ലെ മെല്ലെ സ്റ്റോപ്പാക്കുക. അവരെ വേറെന്തെങ്കിലും നല്ലത് കൊടുത്തിട്ട്, അതായത് ഫ്രൂട്ട്സുകൾ, നട്ട്സുകൾ, ഇങ്ങനെയുള്ള എന്തെങ്കിലും വാങ്ങിക്കൊടുത്തിട്ട് ഇതിൽ നിന്നും പിന്തിരിപ്പിച്ചു കൊണ്ടുവരിക. അതാണ് ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറുതും വലുതുമായ രോഗങ്ങളിൽ നാം എല്ലാവരെയും കാത്തു സലാമത്താക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തതാണ് കടങ്ങൾ വീടാൻ വേണ്ടി. അല്ലാഹു തആല നമ്മളെ കടങ്ങളൊക്കെ വീടാനുള്ള വഴി അല്ലാഹു തആല എളുപ്പമാക്കി തരട്ടെ. കടക്കാരായി നമ്മെ ആരെയും അല്ലാഹു തആല മരിപ്പിക്കാതിരിക്കട്ടെ. അല്ലാഹു തആല ഇഷ്ടപ്പെട്ട അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാ ആളുകളോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. പിന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.